ഹായ് ഗൈസ്, ഇന്നെൻ്റെ ജോർജിയ വിസ അപ്ലൈ ചെയ്തിട്ട് 97 ഡേയ്സ് കംപ്ലീറ്റ് ആയി. യെസ്, 97 ഡേയ്സ്, സ്റ്റിൽ നോ അപ്ഡേറ്റ്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കംപ്ലൈൻറ്റ് ചെയ്യാനല്ല കേട്ടോ, ബട്ട് പീപ്പിൾ ഹു ആർ വെയിറ്റിംഗ് ലൈക്ക് മീ, യു ആർ നോട്ട് അലോൺ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിസ ഒക്കെ VFS പോയിട്ട് അപ്ലൈ ചെയ്തു. 45 ഡേയ്സ് വരെ ഞാൻ നോർമലായിരുന്നു, കൂളായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. ബിക്കോസ് ഒരു 45 ഡേയ്സ് ആണല്ലോ ജോർജിയൻ വിസയുടെ മാക്സിമം പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത്. സോ ഞാൻ ആ 45 ഡേയ്സ് ഭയങ്കര കൂളായിരുന്നു. ബട്ട് ദ നെക്സ്റ്റ് ഡേ, ദ 46th ഡേ, എൻ്റെ ഈ കൂളിങ്ങും എൻ്റെ നോർമലിങ്ങും ഒക്കെ അബ്നോർമൽ ആവാൻ തുടങ്ങി. ബിക്കോസ് 45 ഡേയ്സ് വരെ നമ്മൾ 45th ഡേ നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരുന്നിട്ട് അന്ന് കിട്ടാതെ 46th ഡേ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളങ്ങ് ടെൻഷൻ ആവാൻ തുടങ്ങി. പിന്നെ സെക്കൻഡ് മന്ത് സ്റ്റാർട്ടായി, ഇപ്പം 97 ഡേയ്സ് കംപ്ലീറ്റ് ആയി നിൽക്കുവാണ്. സോ ഇതിനിടയിൽ ഞാൻ ഒരുപാട് തവണ എംബസിയിലോട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. എംബസിയുടെ ഭാഗത്തുനിന്ന് ഓട്ടോമാറ്റിക് ജനറേറ്റഡ് മെയിലാണ് അവരയക്കുന്നത്. ഹോണസ്റ്റ്ലി പറയുമ്പം ഈ വെയിറ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ബിക്കോസ് ഫ്രണ്ട്സ് ചോദിക്കും വിസ വന്നോ, ഫാമിലി ടെൻഷനാവും, പ്ലാൻസ് എല്ലാം അങ്ങ് ഹോൾഡ് ആയിട്ടിരിക്കും. സംടൈംസ് യു സ്റ്റാർട്ട് ഓവർ തിങ്കിങ്, റിജക്റ്റ് ആവോ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് പ്രോബ്ലം ആയിരിക്കുമോ, അല്ലെങ്കിൽ ഏജൻറ്റ് ഇനി വല്ല മിസ്റ്റേക്കും ചെയ്തതായിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള നമ്മുടെ അബ്നോർമൽ മൈൻഡും പുറത്തേക്ക് വരാൻ തുടങ്ങും. ബട്ട് ഇൻ റിയാലിറ്റി ഇപ്പോൾ ജോർജിയ വിസ പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ്. റീസെൻ്റായി അപ്ലൈ ചെയ്ത പലർക്കും 90 ഡേയ്സ് ഓർ 120 ഡേയ്സ് വരെ ടൈം എടുത്തിട്ടുണ്ട്. ഈവൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇപ്പം 131 ഡേയ്സ് ആയിട്ട് പോലും കിട്ടിയിട്ടില്ല. സോ അതാണ് കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. റീസൺസ് ചിലപ്പം ഹൈ ആപ്ലിക്കേഷൻ വോളിയം ഉള്ളതുകൊണ്ടായിരിക്കാം, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഡിലേ ആവുന്നത് കൊണ്ടായിരിക്കാം, അതുപോലെ പൊളിറ്റിക്കൽ ഓർ എംബസി ഇൻറ്റേർണൽ പ്രോസസ്സ് ടൈം എടുക്കുന്നത് കൊണ്ടായിരിക്കാം. ബട്ട് വൺ തിങ് ക്ലിയർ ആണ്, ഡിലേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും റിജക്ഷൻ എന്നൊരർത്ഥമില്ല. ബിക്കോസ് മെനി പീപ്പിൾ ഗോട്ട് ദെയർ വിസ ആഫ്റ്റർ 100+ ഡേയ്സ്. സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്നെപ്പോലെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരോടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡോണ്ട് പാനിക്. സെക്കൻഡ് വൺ, റാൻഡം റൂമേഴ്സ് ഒരുപാട് കേൾക്കും, ഒന്നും വിശ്വസിക്കരുത്. എംബസി ഫോളോ അപ്പ് മെയിൽ പൊളൈറ്റ്ലി ആയിട്ട് അയക്കാം. ഒരു വീക്ക്ലി 2 ടൈംസൊക്കെ അയക്കുന്നത് നല്ലതാണ് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, മെൻ്റലി സ്ട്രോങ് ആയിട്ടിരിക്കണം. ബിക്കോസ് വിസ പ്രോസസ്സ് നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബട്ട് നമ്മുടെ റിയാക്ഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി സത്യം പറഞ്ഞാൽ ഈ 97 ഡേയ്സ് എന്നെ എന്തൊക്കെ പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ക്ഷമ എന്താന്ന് നന്നായിട്ട് ഞാൻ പഠിച്ചു. എന്തായാലും വിസ വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് യു ആർ വെയിറ്റിംഗ് ലൈക്ക് മീ, കമൻറ്റ് ഹൗ മെനി ഡേയ്സ് യു ആർ വെയിറ്റിംഗ്. വിൽ സപ്പോർട്ട് ഈച്ച് അതർ. സോ അപ്പം എൻ്റെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ ഫോർ റിയൽ അപ്ഡേറ്റ്സ് ഹു വാണ്ട്. ദെൻ സീ യു നെക്സ്റ്റ് അപ്ഡേറ്റ് വീഡിയോ. ബൈ.